ഹലോ അച്ഛാവരെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ യുപിന്ന് ഹരിയാനയിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ നേരത്തെ എത്തിപ്പെട്ട ഒരു ധാബയിലായിരുന്നു കേട്ടോ ഇപ്പോൾ നമ്മൾ നിൽക്കണത്. അതായത് ഇപ്പോൾ ഇവിടുന്ന് വെറും 10 കിലോമീറ്റർ മാത്രം പോയി കഴിഞ്ഞാൽ ഹരിയാന ബോർഡറാണ്. അപ്പോൾ ഹരിയാനയിലെ യമുന നഗർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നിന്നാണ് നമ്മൾ അംബാല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇന്നലെ ഈ ധാബയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മളിവിടെ ചായ കുടിക്കാൻ വേണ്ടി കയറിയാണ്. അപ്പോൾ ഇവിടുത്തെ ബൈസാബ് പരിചയപ്പെട്ടിട്ട് നമ്മളോട് പറഞ്ഞ് ഇന്ന് ഇവിടെ തന്നെ നിന്ന് ഇവിടെ റൂമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് ഇന്നലെ നിൽക്കാനായിട്ട് ഇവിടെ ഒരു റൂമൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടൂസനെ നമ്മൾ അകത്തൊക്കെ കയറ്റി വെച്ച്, അതുപോലെ തന്നെ രാത്രി ഇവിടെ ബ്ലാങ്കറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചേട്ടൻ അവിടെ നിന്ന് നമുക്ക് ബ്ലാങ്കറ്റ് ഒക്കെ കൊണ്ടുവന്ന് തന്ന് ഭയങ്കര അടിപൊളി ആൾക്കാരൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇന്നലെ നമുക്ക് നല്ലോണം അത് കാരണം കിടന്നുറങ്ങാനും പറ്റി കേട്ടോ. നല്ല തണുപ്പാണ് രാത്രി. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 9 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മളിന്ന് എഴുന്നേറ്റത് 8 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ കുട്ടൂസിനെ മൊത്തം പാക്ക് ചെയ്തിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ഹരിയാനയിലേക്കാണ്. അപ്പോൾ യുപിയിലെ അവസാന രാത്രിയായിരുന്നു ഇന്നലെ. ആ രാത്രി നമുക്ക് നല്ല ആളെ തന്നെ പരിചയപ്പെട്ടിട്ട് നല്ലോണം തന്നെ കിടന്നുറങ്ങാനൊക്കെ പറ്റി നല്ല ഒരു ദിവസം തന്നെയായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ യാത്ര തുടങ്ങി ഏകദേശം 1 മണിക്കൂറിൽ തന്നെ നമ്മൾ ഹരിയാനയിലേക്ക് എത്തുന്നതായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നലെ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ അമൃത് സാഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ധാബയിലാണ് കേട്ടോ. അപ്പോൾ വളരെ നല്ലൊരു രസമുള്ള ധാബ തന്നെ. നമ്മൾ നിന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ കാണുന്ന സ്പേസിലെ റൂമിലായിരുന്നു. ഇപ്പോൾ നമ്മൾ കുട്ടൂസിനൊക്കെ പാക്ക് ചെയ്ത് രാവിലെ ഇപ്പോൾ ധാബയിൽ വന്ന് ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മളിന്ന് പൈസ ഒന്നും മേടിച്ചില്ല കേട്ടോ. അപ്പോൾ നല്ല കുറേ ആൾക്കാരൊക്കെ തന്നെ നമ്മളിപ്പോൾ രാവിലെ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് എന്നാൽ പൈസ കൊടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ബായ് സാബിനോട് പറഞ്ഞപ്പോഴേക്ക് പൈസ ഒന്നും മേടിച്ചില്ല. നമുക്ക് എന്തായാലും ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ ഹരിയാനയിലെ അംബാലയിലേക്ക് ആയിരിക്കുള്ളൂ. അപ്പോൾ ബായ് സാബ് ആപ്കാ നാം മുൻതിയാജ് എന്നാണ്. അപ്പോൾ താങ്ക് യു. അതുപോലെ തന്നെ അടുത്തൊരു വൈസാവ് ഉണ്ടായിരുന്നു കേട്ടോ. വൈസാവ് ആപ്കാ നാം വിപിൻ കുമാർ. അപ്പോൾ ഇവരൊക്കെ വളരെ നല്ല അടിപൊളി ആൾക്കാരൊക്കെ തന്നെ. അങ്ങനെ നമ്മളിപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കാൻ നേരത്തെ ഒരു ധാബ ഉണ്ടായിരുന്നിട്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇപ്പോൾ ഒരു ധാബയിൽ കയറിയിട്ട് നമ്മൾ കഴിക്കാനായിട്ട് ഇപ്പോൾ ആലു പൊറോട്ട പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആലു പൊറോട്ട കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കുറേ ദിവസത്തെ വീഡിയോ നമ്മുടെ പെൻഡിങ് ആണ്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് ആ സമയം കൊണ്ട് വീഡിയോ അപ്ലോഡ് ആവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും യാത്ര തുടങ്ങാം. അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഒരു പാലം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാലത്തിൻ്റെ താഴെ കാണുന്നതെന്ന് പറഞ്ഞാൽ യമുന നദിയാണ്. അപ്പോൾ വളരെ ഭംഗിയുണ്ട് നദി കാണാനൊക്കെ. അതുമാത്രമല്ല കേട്ടോ, നമ്മൾ ഇന്നത്തെ യുപിയിലെ അവസാന ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹരിയാനയാണ്. ഈ പാലം ക്രോസ് ചെയ്ത് വേറെ 1 കിലോമീറ്റർ താഴെ മാത്രമായിട്ടാണ് ബോർഡർ വരുന്നത് ഹരിയാനയുടെ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ യുപിയിലാണ്. ഇപ്പോൾ ഏകദേശം 1 മാസം മേളിലായി. അതായത് നമ്മൾ കറക്റ്റ് നവംബർ 9-ാം തീയതിയാണ് യുപി ബോർഡർ, അതായത് നേപ്പാളിൽ നിന്ന് സൊനാലി എന്ന് പറഞ്ഞ ബോർഡറിലേക്ക് കയറിയത്. ഇന്ന് ഡിസംബർ 11-ാം തീയതിയാണ്. അപ്പോൾ നമ്മൾ 1 മാസത്തിന് മേളിൽ നമ്മൾ യുപിയിൽ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് യുപിയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എല്ലാവരും നമ്മളോട് നല്ല സൗഹൃദത്തോടുകൂടി തന്നെയായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കുറേ നല്ല ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് നല്ല കുറേ മെമ്മറീസൊക്കെ തന്നെയായിരുന്നു നമുക്ക് യുപിയിലും ഉണ്ടായിട്ടുള്ളത്. നമുക്ക് വലിയ മോശപ്പെട്ട അനുഭവങ്ങളൊന്നും യുപിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പോകുന്നത് തന്നെ ഹരിയാനയിൽ അധികം ദിവസം ഉണ്ടാവില്ല. 2 ദിവസം 3 ദിവസത്തിനുള്ളിൽ നമ്മൾ ഹിമാചൽ ബോർഡർ ക്രോസ് ചെയ്യുന്നതായിരിക്കുള്ളൂ. അപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല. വളരെ സന്തോഷം തന്നെ ഉണ്ട് നമ്മുടെ ഈ യാത്രയിൽ. ഇപ്പോൾ നമ്മൾ യുപിയിലേക്ക് കയറാൻ നേരത്താണെങ്കിൽ നമ്മളെ കുറേ പേര് നമ്മളോട് മെസ്സേജൊക്കെ അയച്ച് പറഞ്ഞാൽ വളരെ പ്രശ്നമുള്ളൊരു നാടാണ്, അപ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ച് നമ്മൾ ആദ്യത്തെ ദിവസങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോഴേക്കും നമുക്ക് വളരെ ബുദ്ധിമുട്ടൊക്കെ പോലെ ഫീൽ ചെയ്തായിരുന്നു. പക്ഷേ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാരുകളെയൊക്കെ നല്ല കുറേ ആൾക്കാരുകളൊക്കെ ആയതുകൊണ്ട് തന്നെ 1 മാസം നീണ്ട് നമ്മൾ യുപിയിൽ തന്നെയായിരുന്നു. അപ്പോൾ വളരെ നല്ല കുറേ നിമിഷങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ യുപിയിൽ. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടില്ല യുപിയിൽ നിന്ന്. അങ്ങനെ നമ്മൾ ഇന്ന് യുപി വിട്ട് ഹരിയാനയിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ. ഹരിയാനയിലെ യമുന നഗർ എന്ന് പറഞ്ഞ നഗറിലേക്കാണ് ഇപ്പോൾ നമ്മൾ ആദ്യം എത്തുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ അംബാലയിലേക്കുള്ള റൂട്ട് നോക്കി പോവും. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലാണെങ്കിൽ കാണാൻ നല്ല രസമുള്ള കൃഷിയിടങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇത് പരത്തി കൃഷിയാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. പക്ഷെ നമ്മൾ വരുന്ന വഴിക്ക് മൊത്തം കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ മരമാണ്. ഈ മരം കൃഷി ചെയ്തേക്കാണെങ്കിൽ നല്ല രസത്തിലാണ്. ഓരോ ലെവലായിട്ട് മരങ്ങളൊക്കെ നട്ട് വളർത്തിയിട്ട് ഇപ്പോൾ വളർച്ച എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയാണ്.
അങ്ങനെ നമ്മളിപ്പോൾ ഹരിയാനയൊക്കെ കയറിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഹരിയാനയിലെ ബോർഡർ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടൊരു കാഴ്ച ഉണ്ട്. അപ്പോൾ കടുകിൻ്റെ കൃഷിയാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഫുള്ള് മഞ്ഞപ്പൂവൊക്കെ നിൽക്കണ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ വരുന്ന വഴി അവിടെ എല്ലാം കടുകിൻ്റെ തോട്ടങ്ങൾ കണ്ടെങ്കിലും നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങാനൊന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടപ്പോഴേക്കൊന്ന് ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഫുള്ള് മഞ്ഞപ്പൂക്കൾ നിറഞ്ഞ് നിൽക്കണ പാടമെന്ന് പറയുമ്പോൾ നല്ല രസമുണ്ട്. ഇളം പച്ചയല്ലയോ അതുപോലെ തന്നെ ഇളം മഞ്ഞ പൂക്കളൊക്കെ വന്നിട്ട് അറ്റം വരെ. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട മരത്തിൻ്റെ കൃഷിയാണ് ആ ഭാഗങ്ങളിലൊക്കെ കാണുന്നത്. അപ്പോൾ എന്താ പറയണ്ടെന്ന് അറിയാമല്ലോ, നല്ല രസമുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഓരോ ദിവസവും നമ്മൾ കണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുട്ടൂസൻ്റെ റോട്ടിൽ തന്നെ വെയിറ്റ് ചെയ്യണം. നമ്മളിത് കണ്ടപ്പോഴേക്ക് താഴേക്ക് ഇറങ്ങി. ഇപ്പോൾ കുട്ടൂസനെ എടുത്തിട്ട് നേരെ നമുക്ക് പോകണം. അങ്ങനെ നമ്മളിപ്പോൾ ആ ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് വീണ്ടും അടുത്തൊരു നല്ല ഭംഗിയുള്ളൊരു തോട്ടം കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തോട്ടത്തിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടുള്ള കാഴ്ചയാണിത്. നല്ല രസമുണ്ട്. മൊത്തം മഞ്ഞ പൂക്കളൊക്കെ ആയിട്ട്. ഇപ്പോൾ ഇത് കടുകിൻ്റെ കൃഷിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പുറത്ത് അടുത്ത കൃഷികളൊക്കെ ഇപ്പോൾ ചെയ്യണുണ്ട്. ഇത് എന്താണെന്ന് അറിയാൻ പാടില്ല, പുല്ല് പോലെ ഇപ്പോൾ മുളച്ച് വരുന്നതേ ഉള്ളൂ. ഇപ്പം ഇപ്പുറത്തെ തോട്ടം കാണാൻ നല്ല രസമുണ്ട്. ഫുള്ള് മഞ്ഞ മയോന്നൊക്കെ. വാവ്, നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ഇതുപോലത്തുള്ള നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഇവിടത്തേക്ക് കൃഷിയിടങ്ങളാണെങ്കിൽ നല്ല ഭംഗിയിലാണ് ഇപ്പോൾ കൃഷി ചെയ്ത് വെച്ചേക്കണ ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ സമയം വൈകുന്നേരം 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരു സൈഡിൽ. അപ്പോൾ നമ്മൾ ഇന്ന് അധികം യാത്ര ചെയ്തിട്ടില്ല, പതുക്കെയായിരുന്നു ഇന്നത്തെ യാത്ര. അപ്പോൾ നമ്മൾ അമ്പാല എത്തിപ്പെടാൻ വേണ്ടി സാധിച്ചില്ല. ഇവിടെ നിന്ന് ഒരു 20 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ അമ്പാലയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു ടോൾ പ്ലാസ എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. ഇപ്പോൾ ഹരിയാനയിലൂടെ നമ്മൾ പോകുന്ന വഴിയെല്ലാം കാണാനായിട്ടാണെങ്കിലും ഇവിടുത്തെ ഓരോ ഗ്രാമങ്ങൾ കാണാനായിട്ടാണെങ്കിലും നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു. നല്ല വൃത്തിയിലാണ് കേട്ടോ കിടക്കുന്നത് ഓരോ ഗ്രാമങ്ങളാണെങ്കിലും. ഇപ്പോൾ ഹൈവേ ആണെങ്കിൽ പോലും നല്ല വൃത്തിയാണ്. ഇപ്പോൾ നമ്മൾ ടോളിൻ്റെ അവിടെ എത്തിയിട്ട് ഇവിടെ ആണെങ്കിൽ വലിയ തിരക്കുകളൊന്നും അനുഭവപ്പെടാണ്ട് നല്ല വലിയൊരു ടോൾ തന്നെയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഈ വഴി പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അടുത്തൊരു ഭായിസാവിനെ പരിചയപ്പെട്ടായിരുന്നു. അപ്പോൾ ഭായിസാവ് ഇവിടെ ആടിനെയൊക്കെ വെച്ച് കിടക്കണായിരുന്നു. അപ്പോൾ ഭായിസാവിൻ്റെ വീട് ഇവിടെ തന്നെയാണ്. ഓ ജഗക്ക് നാം ക്യാ ഹൈ? ഗദോലി, യമുനാനഗർ ഗദോലി. അപ്പോൾ ഗദോലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഹരിയാനയിൽ എത്തിയേക്കുന്നത്. അപ്പോൾ ഈ ഭായിസാവിൻ്റെ പേരാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ആപ്കാ നാം ഹാപ്പി എന്നാണ് പേര്. അപ്പോൾ അതുപോലെ തന്നെ പുള്ളിക്കാരന് വളരെ സന്തോഷത്തോടെ ഉണ്ടാ നമ്മളോടൊക്കെ പെരുമാറുന്നേക്കാം. അപ്പോൾ പേരും അതുപോലെ തന്നെ പുള്ളിക്കാരനും ഒരുപോലെയാണ്, ഹാപ്പിയാണ് എപ്പോഴും. അങ്ങനെ സമയം ഇപ്പോൾ 8:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരുന്ന വെച്ചാൽ ഹൈവേന്ന് ഇവിടെ ഒരു പെട്രോൾ പമ്പ് കണ്ടപ്പോഴേക്ക് ഇവിടെ വന്നിട്ട് നമ്മളിപ്പോൾ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അമ്പാല എത്താറായിട്ട്. അമ്പാലയിലേക്ക് ഇനി ഇവിടുന്ന് വെറും 10 കിലോമീറ്റർ താഴെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അമ്പാല എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത്ര നേരം ഇന്ന് സൈക്കിൾ ഓട്ടിട്ട് ഇവിടെ